വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ച് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കേരള കത്തോലിക്ക സഭയിലെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞൻ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ പ്രോഗ്രാമിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ കർത്തൃ പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗം വിശദീകരിച്ച് കഴിഞ്ഞു. രണ്ടാം പട്ടികയിലെ ഒന്നാമത്തെ ഭാഗമാണ് ഇന്ന് വിശദീകരിക്കാനായിട്ട് പോകുന്നത്. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഗിവ് us ദിസ് ഡേ അവർ ഡെയിലി ബ്രെഡ് എന്നാണ് അതിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാര്യം മാത്രമാണ് അവിടെ പറയുന്നത്. ആഹാരം തരണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇതിൽ യേശു ഉദ്ദേശിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് മാത്രമാണോ? അപ്പം വർദ്ധിപ്പിച്ചിട്ടുള്ള കഥകളൊക്കെ നമുക്കറിയാം. ഭൗതികമായിട്ടുള്ള ശരീരത്തിന് ആവശ്യമുള്ള അപ്പത്തെക്കുറിച്ച് മാത്രമാണോ ഇവിടെ പറയുന്നത്? വിശാലമായി അതിനെന്തെങ്കിലും അർത്ഥങ്ങളുണ്ടോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലുന്നതും ആവർത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ പ്രാർത്ഥനയാണ്. ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും അതിൻ്റെ പുതിയ പുതിയ മാനങ്ങൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൂടുതൽ വെളിപ്പെടുത്തി തരുന്നു. അപ്പോൾ ഇതിൽ ആദ്യം സാറ് പറഞ്ഞതുപോലെ ആദ്യത്തെ 3 പ്രാർത്ഥനകൾ ദൈവമഹത്വത്തിനായിട്ട് ദൈവത്തിനോടാണ് ആയിരുന്നു. സ്തുതിപ്പിൻ്റെയും ആരാധനയുടെയും പരിപാലനയുടെയൊക്കെ കാര്യങ്ങൾ മഹത്വത്തിൻ്റെയായിരുന്നു. ഇപ്പോൾ ആണ് കുറച്ചുകൂടി മനുഷ്യൻ്റെ ആവശ്യങ്ങളിലേക്ക് തിരിയുന്ന 4 യാചനകളാണ് ഇനി തുടർന്നുള്ളത്. അതിലൊന്നാമത്തെയാണ് ഈ ഇന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന്. ആഹാരത്തെ പല രീതിയിൽ ഈ ദൈവശാസ്ത്രജ്ഞന്മാരെ അതുപോലെ ബൈബിൾ പണ്ഡിതരെ കർത്താവ് ഉദ്ദേശിച്ച ആഹാരത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിന് കാരണം കർത്താവ് തന്നെ ഈ ആഹാരത്തെക്കുറിച്ച് പറഞ്ഞ പല അവസരങ്ങളിലും വെറും ശാരീരികമായ ആഹാരത്തെക്കുറിച്ച് മാത്രമല്ല കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അതിൽ മാനസികമായ വിശപ്പുണ്ട്, ആത്മീയമായ വിശപ്പുണ്ട്. ഒരിക്കലും ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, എനിക്ക് അവരോട് അനുകമ്പ തോന്നുന്നു, അലിവ് തോന്നി. ഇടയനില്ലാത്ത ആടുകളെ പോലെയാണ്. അവിടെ ഒരിക്കലും കർത്താവ് ഉദ്ദേശിക്കുന്നത് ശാരീരികമായ ഒരു വിശപ്പിനെ കുറിച്ചല്ല. അത് അവരുടെ മാനസികവും ആത്മീയവുമായ ആവശ്യങ്ങൾ, അവരുടെ പരിതാപാവസ്ഥകൾ ഒന്ന് ഏറ്റുപറയാനായിട്ട്, ഉൾക്കൊള്ളാനായിട്ട്, മനസ്സിലാക്കാനായിട്ട്, അവരെ നയിക്കാനായിട്ട്, അവർക്ക് പ്രത്യാശ നൽകാനായിട്ട് ആളില്ലാതെ വഴിതെറ്റി അലയുന്ന ഒരു ജനക്കൂട്ടത്തെ കണ്ടുകൊണ്ടാണ് പലസ്തീനയിലെ റോമായുടെ ആധിപത്യത്തിൻ്റെ കീഴെ ഇങ്ങനെ കഴിയുന്ന അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഇടമില്ലാതെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു കുറച്ചുകൂടി ആത്മീയവും മാനസികവുമായ തലങ്ങളാണ്. അതേസമയം കർത്താവ് നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്നത്. നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ പകലന്ത്യാവോളം ഇങ്ങനെ നിന്ന് പ്രസംഗിച്ച് കുറേ കഴിഞ്ഞപ്പോൾ രാത്രിയായി, അവർക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ. അപ്പോൾ അവിടെ ശാരീരികമായ വിശപ്പിനെ കുറിച്ച് തന്നെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഓരോ അവസരങ്ങളിലും പല അർത്ഥങ്ങളിലാണ്. അപ്പോൾ നമുക്ക് ഇന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമേ നമ്മൾ അതിൻ്റെ ഭൗതികമായ അർത്ഥത്തിൽ തന്നെ ശാരീരികമായ വിശപ്പിനെ കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കണം. ലിറ്ററൽ മീനിങ് തന്നെ എടുക്കണം ആദ്യം. അത് ആദ്യത്തെ തല. അതുണ്ടായില്ലെങ്കിൽ ബാക്കിയുള്ളതും ഉണ്ടാവില്ല. ശാരീരികമായിട്ടുള്ള നമ്മുടെ വിശപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഭവമാണ്. അതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അനുഭവിച്ചവർക്കാണ് കൂടുതൽ അറിയാം. നമ്മൾ ചെറുപ്പത്തിലൊക്കെ, ഞാനൊക്കെ വിശപ്പ് അറിഞ്ഞിട്ടുള്ള ചെറിയ കാര്യങ്ങൾ കുട്ടിയായിരിക്കണ അവസരത്തിൽ സ്കൂളിൽ പോണ കാലഘട്ടത്തിലൊക്കെയാണ് നമ്മൾ ഇടയ്ക്ക്, അത് ദാരിദ്ര്യം വെച്ചാൽ കഴിക്കാൻ ഇല്ലാണ്ടല്ല, കഴിക്കാനുള്ള സമയമായിട്ടില്ല, അതുകൊണ്ട് അതിനു മുമ്പ് തരികയില്ല, അങ്ങനെ ഒരു ഓർഡറുണ്ട്. അപ്പോൾ ഓർഡർ വരെ എത്തിയിട്ട് നമ്മളിങ്ങനെ വിശന്നിട്ട് കാത്തിരുന്ന് വിശന്നിട്ട് പോയോ എന്ന് പറഞ്ഞ് നമ്മൾ നിലവിളിച്ചിട്ട് അങ്ങനെയുള്ള വിശപ്പാണ്. പക്ഷേ അതിനേക്കാളപ്പുറത്ത് വളരെ മുറുക്കി ജീവിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിലുണ്ടായ മറ്റ് പല സഹോദരങ്ങളെയും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള ആളുകളിൽ പല ജാതികളിൽപ്പെട്ട ആളുകൾ
പട്ടിണിയുടെ വിശപ്പ്. ശരിക്ക് വിശപ്പ് ഭയങ്കര കത്തുന്ന ഒരനുഭവമാണ്. ആന്തരികമായ അവയവങ്ങൾ മുഴുവൻ കാർന്നു തിന്നുന്ന ഒരു അനുഭവമാണ് വിശപ്പും ദാഹവും. അപ്പോൾ ഈ ലോകത്തിൻ്റെ വിശപ്പ് അതുകൊണ്ടായിരിക്കണം ഫ്രാൻസിസ് മാർപ്പാപ്പ എവോൺഷ്യലി ഗൗദിയം എന്ന് പറഞ്ഞ സ്നേഹത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ലോകത്തിൻ്റെ വിശപ്പ് മാറ്റുക എന്നുള്ള അത് ആഗോള സഭയുടെ ഉത്തരവാദിത്വമാണ്. അത് ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ കുറേ കൂടി വ്യക്തമായിട്ട് സത്യത്തിൽ സ്നേഹം വെരിത്താസിൻ കരിത്താത്തെ എന്ന് പറയുന്ന ആ ലേഖനത്തിലും എഴുതിയിട്ടുണ്ട് നമ്മുടെ ബെനഡിക്റ്റ് 16. അപ്പോൾ ലോകത്തിൻ്റെ വിശപ്പ് മാറ്റുക എന്ന് അവിടെ പറഞ്ഞപ്പോൾ അതിനും ഈ എല്ലാ അർത്ഥങ്ങളുണ്ടെങ്കിലും പ്രധാനമായിട്ടും സകലർക്കും അപ്പം ഭക്ഷിക്കാനുള്ള അപ്പം സംലഭ്യമാക്കുന്ന ഒരു ധാർമ്മിക വ്യവസ്ഥിതി വേണമെന്നാണ് അവിടെ അദ്ദേഹം ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഭൂമുഖത്ത് വസിക്കുന്ന എല്ലാവർക്കും വിശപ്പ് മാറ്റാനുള്ളൊരു ഉത്തരവാദിത്വം ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ട്. അപ്പോൾ അത് മാറ്റാനുള്ള സാഹചര്യവും ദൈവം ഈ ലോകത്ത് നൽകിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് ലോകത്തിൽ ധാതു സമ്പത്തുകൾക്കോ ജൈവവസ്തുക്കൾക്കോ ഒന്നും കുറവില്ല. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലാണ്. അത് ഓരോ വളരെ 10, 15, 20% അല്ലെങ്കിൽ 30% വരുന്ന ആളുകളുടെ കയ്യിൽ ബാക്കിയുള്ള മുഴുവൻ സമ്പത്തും കുന്നുകൂടുന്നു. അതുകൊണ്ട് ഒരുപാട് പേര് ഇങ്ങനെ പട്ടിണിയിലേക്ക്, ദാരിദ്ര്യത്തിലേക്ക്, വിശപ്പിലേക്ക്, വിശന്നുകൊണ്ട് മരിക്കുന്ന അവസ്ഥകളിലേക്ക് നമ്മൾ കടന്നു പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നാട്ടിലെ വിശപ്പ് അകറ്റുക എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം അത് കുറേയൊക്കെ ഇന്ന് നമ്മുടെ ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കുന്നത് 1980-കൾക്ക് ശേഷം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പലയിടത്തും എല്ലായിടത്തും സഭയിൽ വളരെ ദൃശ്യമായ ഒരു കാര്യമാണ് ഈ അഭയകേന്ദ്രങ്ങൾ, സങ്കേതങ്ങൾ, ആശാകേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് പോലെ വയസ്സായവരെ നോക്കാൻ അഗതികള മന്ദിരങ്ങൾ, ഭ്രാന്ത് പിടിച്ച് നടന്നിരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട ആളുകൾ. പണ്ട് അത് ശരിക്കും അച്ഛന്മാരും കന്യാസ്ത്രീകളും സഭയുടെ കെട്ടുറപ്പിൻ്റെ ചട്ടക്കൂടിൻ്റെ ഭാഗമായിട്ട് ഉപവിപ്രവർത്തനങ്ങളായിട്ട് നടത്തിയിരുന്നെങ്കിൽ 80-കൾക്ക് ശേഷം നമ്മുടെ നാട്ടിലുണ്ടായ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഫലമായിട്ട് കൂടി ഒരുപാട് അൽമായർ ഇങ്ങനെ സ്വന്തമായിട്ട് കുറച്ച് പേര് വളണ്ടിയറൊക്കെ ആയിട്ട് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. എത്രയോ കാര്യങ്ങൾ നമ്മുടെ ഈ ഓരോ രൂപതകളിലും, അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലേക്കും ആന്ധ്രയിലും എവിടെയൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇത് കാണാം. അവിടെയൊക്കെ നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ നമ്മളവിടെ സന്ദർശിച്ച് കാണുമ്പോൾ അവർ പറയണത്, എൻ്റെ അച്ഛോ ഞങ്ങൾ ചില നേരത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടിയാണ് ചില ദിവസം ഒരുമിച്ച് ഈ അഗതികളായ ആൾക്കാരെ ഞങ്ങൾക്ക് അന്നു വേണ്ട അപ്പം തരണമേ എന്ന് ഈ സ്വർഗസ്ഥനായ പിതാവെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ശരിക്കും അത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. കാരണം വിശന്നിട്ട് അടുത്ത പ്രാവശ്യം വയ്ക്കാനായിട്ട് നമുക്ക് അരിയില്ല, അല്ലെങ്കിൽ കറി കൂട്ടാനായിട്ട് പയറ് വയ്ക്കും. ഇതൊക്കെയാണ് അവർ മെയിനായിട്ട്, പയറും കഞ്ഞി ഒക്കെയാണ്. അത് കിട്ടാനില്ലാത്തൊരവസരത്തിൽ നെടുവീർപ്പിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ എവിടെന്നെങ്കിലുമൊക്കെ ആൾക്കാരെപ്പോഴേക്കും ചില ആൾക്കാരൊന്ന് വിളിച്ചു, നിങ്ങൾക്ക് സഹായം ചെയ്യണമെന്നുണ്ട്. ദൈവം തന്നെ ആൾക്കാരെ കൊണ്ട് വിളിപ്പിക്കുന്നത് പോലെയുള്ള അനുഭവങ്ങൾ അവർക്കുണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം, അല്ലെങ്കിൽ വല്ല കല്യാണ സദ്യകൾ, ഇന്നത് കുറേയൊക്കെ ക്രമമായിട്ട് പലയിടത്തും നടക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഇന്ന് ചെല്ലുമ്പോൾ പറയുന്നത് അവർക്ക് ഭക്ഷണത്തിന് വലിയ ബുദ്ധിമുട്ടില്ല, ആളുകൾ തന്നെ അത് എത്തിക്കുന്നുണ്ട്. നാനാജാതി മതസ്ഥരായ ആളുകൾ അവരുടെ വീടുകളിലുള്ള വിവിധ ആഘോഷങ്ങളോട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ വിശപ്പ്, ലോകത്തിൻ്റെ വിശപ്പ് മാറ്റാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് പറയുന്ന കാര്യം ഇന്ന് വ്യാപകമായിട്ട് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കാര്യം നമ്മൾ കാണും. പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ഒരുപാട് ഭക്ഷണം വേസ്റ്റാക്കുന്നില്ലേ. ഇപ്പോൾ നമ്മൾ കുറേശ്ശെ പറയാൻ തുടങ്ങി പ്രസംഗങ്ങളിലൊക്കെ. നമ്മൾ കല്യാണം നടത്തി, പട്ടം നടത്തി, ജൂബിലി നടത്തി, അല്ലെങ്കിൽ മാമുദീസ നടത്തി, അത് നടത്തി കഴിയുമ്പോൾ ബാക്കി വരണ ഭക്ഷണം വല്ലയിടത്തും കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. ഒരുപക്ഷെ അത് ആ ഭക്ഷണം നമ്മൾ ഇവിടെ വിരുന്നുകാർക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവിടെയും അവർക്ക് കൊടുക്കുന്ന രീതിയിലൊരു തുല്യത, അതിൻ്റെ ഉള്ളിൽ മാന്യത പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. വേറെ ചില അവസരങ്ങളിൽ നമ്മളൊക്കെ കാണുന്നതാണ്, ചില കേറ്ററിംഗുകാരോടൊക്കെ ചോദിച്ചറിയാം, വലിയ തോതിൽ ഭക്ഷണം കുഴിച്ചിടുന്ന
സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോകും. വടക്കേ ഇന്ത്യയിലുള്ള ഒരാൾ ഇവിടെ കേരളത്തിൽ വന്ന് ഒരു വലിയ പ്രഭു കുടുംബത്തിൽ പോലെ ജോലിക്ക് നിന്ന് ഈ ജോലിക്കാരനായിട്ട് ജീവിച്ച് അവിടെ എന്നും ഇങ്ങനെ വലിയ ആഘോഷങ്ങൾ, ബിരിയാണി ഉണ്ടാക്കിയിട്ട് അത് കഴിഞ്ഞ് ബാക്കി വന്ന 2-3 വലിയ ജാറുകൾ കുഴി കുത്തുകയാണ് ഇദ്ദേഹം. അപ്പോൾ എന്തിനാണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞപ്പോഴാണ് ഒരു കുഴപ്പമില്ലാത്ത വേസ്റ്റല്ല, നല്ല ബിരിയാണി കൊണ്ടുവന്ന് അതിൽ നിറയ്ക്കാൻ വിധിക്കപ്പെടുന്നൊരു മനുഷ്യൻ. പക്ഷേ അവസാനം ഇത് ആ ബിരിയാണി അതിലിട്ട് മൂടുന്നത് കണ്ടിട്ട് ഇയാൾ നിന്ന് കരയുകയാണ്. അപ്പോൾ അതിൻ്റെ ആൾ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? ഒരു ഭക്ഷണം കിട്ടാൻ സാധിക്കില്ല, അതേ എൻ്റെ മകള് ഇന്ന നാട്ടിൽ കിടന്ന് വിഷമിക്കുകയാണ്, പക്ഷെ ഇത്രയും ഭക്ഷണം ഇവിടെ. അത് നമ്മൾ സന്തോഷിച്ചിരിക്കാനും വളരെ മനോഹരമായിട്ട് ആ കഥയിലൂടെ പറയുന്നുണ്ട്, ബിരിയാണി. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഉത്തരവാദിത്വപൂർവ്വമായിട്ട് ചെയ്യണം. ഞാൻ ഓർക്കുന്നുണ്ട് ചെറുപ്പത്തിലെ അമ്മ വീട്ടിൽ, ഞാൻ എന്നോട് മാത്രമല്ല ഞങ്ങൾ മക്കൾ വീട്ടിലുണ്ടായിരുന്ന ചെറിയ മക്കളോടെല്ലാം ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ഒരു വറ്റ് പോലും കളയരുത്. അതിന് കണക്ക് പറയേണ്ടി വരും. ഒരു വറ്റ് പോലും കളയരുത്. ഒരു വറ്റ് പോലും കളയാണ്ട് തിന്നടാ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചോറുണ്ണ നേരത്ത് നമ്മൾ ഇത്ര ശ്രദ്ധ കുറവുകൊണ്ട്, അന്ന് ചോറാണല്ലോ മെയിൻ, ചാറ് ഒരു പേരിനെ ഉള്ളൂ, കറിയൊക്കെ ഒരു മണം അടിച്ചാൽ മതി, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് കഴിക്കണ നേരത്ത് വറ്റ് താഴെ പോയാൽ അത് എടുക്കാൻ പറയും. ഇനി കൂടുതൽ വറ്റ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അടി കിട്ടും. അപ്പോൾ ഈ ഒരു വറ്റ് പോലും, അത് എൻ്റെ മനസ്സിൽ, അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 10-25 കൊല്ലമായി, പക്ഷെ ഇപ്പോഴും ഞാൻ ഭക്ഷണശാലയിൽ സെമിനാരിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ ഇടയ്ക്ക് അറിയാതെ അല്ലെങ്കിൽ വേറെ ഉള്ളിടത്തും വിരുന്ന് പോയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ആയാലും സൈഡിൽ വല്ലതും പോയാൽ ഞാൻ അപ്പം എടുക്കും. അപ്പോൾ നാളെ ഒരു സ്ഥലത്ത് പോയിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരാൾ പറഞ്ഞു, അച്ഛനത് മാറ്റിയിട്ട് വേറെ തരാം എന്ന് പറഞ്ഞു. ചോറല്ലായിരുന്നു ഒരു വിഭവം. അപ്പോൾ അവിടെ തന്നെ ഇരുന്ന വേറൊരു അച്ഛൻ പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല, അച്ഛൻ കഴിച്ചു വെച്ചാൽ. ഒരുപക്ഷെ അച്ഛനും ഇതുപോലെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. കാരണം നമുക്കത് കളയാൻ തോന്നില്ല. കാരണം മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുന്ന ആ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ചെറിയ പുസ്തകം കുറച്ച് നാളുകൾക്ക് മുമ്പ് എഴുതിയായിരുന്നു. അപ്പോൾ അതിൽ മാർപ്പാപ്പയുടെ അപ്പം മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മ പറഞ്ഞിരുന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മക്കളെ അപ്പം കളിക്കാനുള്ളതല്ല. അപ്പോൾ ബ്രെഡ് അവരുടെ അവിടുത്തെ അങ്ങനെയുള്ള ഭക്ഷണങ്ങളായിരിക്കാം, പക്ഷെ അപ്പോൾ അത് കഴിക്കുമ്പോൾ ഇറ്റാലിയൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ അവർക്കുണ്ടല്ലോ. അപ്പോൾ അർജൻറ്റീന അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ ബ്രെഡ് ഇവർ എറിഞ്ഞ് കളിക്കും, ചിലപ്പോൾ ഒരു കഷ്ണം അങ്ങോട്ട് എടുത്തിടുക, ഒരു കഷ്ണം. അപ്പോൾ അമ്മ വളരെയധികം വഴക്ക് പറയും എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പക്ഷേ തലമുറ അറിയാത്ത ഒരു വലിയ കാരണം, അതിൻ്റെ പുറകിൽ മാർപ്പാപ്പ പറയുന്നത് എന്താണ്? അപ്പം ദൈവസ്നേഹത്തിൻ്റെ കരുതലിൻ്റെ അടയാളമാണ്. ഭക്ഷണം എന്ന് പറയുന്നത് വെറുതെ നമ്മുടെ വയറ് നിറയ്ക്കാനുള്ള ഒരു കാര്യമല്ല. അത് ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് വേണ്ടി എത്രയോ ആളുകൾ മുമ്പ് ജോലി ചെയ്ത് മണ്ണ് കിളച്ച് ഉഴുത് വിത്തിട്ട് അത് അവിടെ ഒരുപാട് പേര് അധ്വാനിച്ച് അവരുടെ എല്ലാവരുടെയും അധ്വാനങ്ങളുടെ ഫലമായിട്ട് അത് വളർന്ന് പിന്നെ നെല്ലായി അല്ലെങ്കിൽ ഗോതമ്പായി, അത് അതിനുശേഷം കൊയ്തെടുത്ത് ഒരുപാട് അത് റിഫൈൻഡാക്കി ഇങ്ങനെ വന്ന് എത്രയോ പേരുടെ പരസഹായം കൊണ്ട് രൂപപ്പെട്ട ആ കാര്യം നമുക്ക് അന്നമാകാൻ വേണ്ടി ദൈവം അതിൻ്റെ പുറകിൽ വലിയൊരു കരുതൽ കാണിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോൾ ഇതൊക്കെ ആലോചിക്കാനായിട്ട് നേരമില്ല. പക്ഷേ ശരിക്കും അത് ആലോചിച്ച് കഴിയുന്ന ആളുകൾ നമ്മൾ ചിലപ്പോൾ ഈ ഹോട്ടലുകളിൽ നമ്മൾ ചിലപ്പോൾ ചെന്ന് കാണാറുണ്ട്. ഞാനിപ്പോൾ ഏതോ ഒരു പ്രാവശ്യം ഞാൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ചില ഹോട്ടലുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ തൊട്ടടുത്ത് ചെല്ലിയിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ കൂറ ഡ്രസ്സ് ചീഞ്ഞ് മണമൊക്കെ അടിക്കുന്ന പോലത്തെ ആൾക്കാർ അത് 2:30-3 ആകുമ്പോഴാണ് നമ്മൾ വൈകി ചില ഹോട്ടലുകളിൽ കയറിയാലേ കാണാം. അതെന്താണെന്ന് വെച്ചാൽ ആ ഹോട്ടൽ ഉടമകൾ ഭക്ഷണം നിർത്തുവാണ്. അവിടെ ഫ്രണ്ടിൽ പടിവാതിൽക്കൽ കാത്തു നിന്നിരുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുകയാണ്. പക്ഷേ എനിക്കത് ഭയങ്കര തൃപ്തി തോന്നി. നമുക്കൊരു ഇച്ചിരി അസഹ്യത തോന്നിയെങ്കിലും അദ്ദേഹവും വേറെ ചിലരൊക്കെ ചില സ്ഥലത്ത് ഓടിക്കും, ഇവിടെ കയറി അവിടെ പോയി ഒന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു വിടുന്നു. പക്ഷെ ഇത് അദ്ദേഹം മാന്യമായിട്ട്, അപ്പോൾ എനിക്കത് കാണുമ്പോൾ തന്നെ മനസ്സ് നിറയുകയാണ് നമുക്ക്. കാരണം ആ മനുഷ്യനെ മാന്യതയോടുകൂടി, അവിടെയാണ് നമ്മൾ പറയുന്നത് ഈ വിശപ്പ് ആഹാരം എന്നൊക്കെ പറയുന്നത് വെറുതെ ശാരീരികമായൊരു ആവശ്യമല്ല, അതിനപ്പുറത്ത് മാനസികമായ ഒരു അംഗീകാരത്തിൻ്റെ, അവൻ്റെ ദൈവം അവനെ അന്നം കൊടുത്ത് വാ കീറിയ മനുഷ്യനെ ദൈവം തീർച്ചയായിട്ടും
ഭക്ഷിക്കാൻ കൊടുക്കുക എന്നുള്ള ആ വലിയ ഒരു പഴഞ്ചൊല്ലിൻ്റെ പൂർണ്ണത, അവൻ്റെ മനുഷ്യത്വത്തെ ബഹുമാനിക്കുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. അതുപോലെ സാഹോദര്യത്തിൻ്റെ വലിയൊരു അടയാളമാണ് ഭക്ഷണം. അതുപോലെ ദൈവസ്നേഹത്തിൻ്റെ കരുതലും ദൈവപരിപാലനയുടെയും, പിന്നെ നമ്മൾ ഒരുമിച്ചിരുന്നാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ അതുകൊണ്ടാണ് വീട്ടിൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പിള്ളേർ ഭക്ഷണം ഇവിടെ തല്ലുകൊണ്ട് എണീറ്റ് പോകോളാം, കിട്ടിയത് കഴിച്ചിട്ട് എണീറ്റ് പോവുക. അവിടെ കിടന്ന് പരസ്പരം തല്ലുവിടാനുള്ള സമയമില്ല. കാരണം അവരുടെ മനസ്സിലുണ്ട്, പഴയ കാർന്നവന്മാർക്ക് എന്ത്, ഈ ഭക്ഷണം കഴിക്കുന്നത് ഒരു സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലാണ്. മാർപ്പാപ്പ എന്നാൽ പറഞ്ഞു ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റേ മൊബൈൽ ഓഫ് ചെയ്യാൻ പറഞ്ഞു. യെസ്, അത് കാരണം ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ വാസ്തവത്തിൽ ആ ഒരു വേദിയിൽ നടക്കുന്നത് ബന്ധങ്ങളുടെ ഒരു ഊട്ടുശാല കൂടിയാണ്. നമ്മൾ എല്ലാവരും വന്ന് അവരവർക്ക് കിട്ടുന്നത് കഴിച്ചു പോയാൽ അതിലൊരു കാര്യമില്ല. അപ്പോൾ ആ നേരത്ത് നമ്മൾ സ്നേഹത്തോടു കൂടിയുള്ള സംഭാഷണങ്ങളാകാം, പക്ഷെ അതിന് പകരം മൊബൈൽ നോക്കി അവരവൻ്റെ സ്വർഗത്തിൽ ലൈക്കും അടിച്ച് കറക്കി തോണ്ടി പോവുകയാണെങ്കിൽ ഈ ഭക്ഷണത്തിൻ്റെ ആ സ്വീകാര്യത നടക്കില്ല. അത് നമ്മുടെ നാട്ടിലാണ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ. യൂറോപ്പിലൊക്കെ ഞാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ കൃത്യം ഭക്ഷണത്തിന് ടൈമുണ്ട്, ടൈം എടുക്കും. അത് എടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ ചോദിച്ചു നല്ലൊരാളെ പരിചയപ്പെടാൻ ഭക്ഷണത്തിനെയാണ് ക്ഷണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ഹോട്ടലിൽ ഒരാളെ ക്ഷണിക്കണം, അല്ലെങ്കിൽ ഒരു കോഫിക്ക് ക്ഷണിക്കണം. അപ്പോൾ ആ നേരത്ത് വി ടേക്ക് ടൈം ഓൾമോസ്റ്റ് 1 hour, ഒരു അവറൊക്കെ എടുത്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. വിചാരിക്കും ഒരു അവർ മുഴുവൻ ഇരുന്ന് തിന്നുമല്ല, അവർ കുറേശ്ശെ കഴിക്കണുള്ളൂ. അപ്പോൾ നമുക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്ന ഒരു ഇടമാണ് ഈ തീന്മേശ. അപ്പോൾ ഈ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വാസ്തവത്തിൽ വെറും ശാരീരികമായ ഭക്ഷണത്തെക്കുറിച്ച് മാത്രമല്ല നമ്മളതിൽ വിചാരപ്പെടുന്നത്. നമ്മൾ വിചാരപ്പെടുന്നത് എന്തിലൊക്കെയാണ്? നമ്മുടെ ഒരു സൗഹൃദം കൂട്ടി യോജിപ്പിക്കണം ഈ ഭക്ഷണത്തിലൂടെ. നമ്മൾ ദൈവത്തിൻ്റെ പരിപാലനയെ ഓർക്കണം, നമ്മുടെ ചുറ്റുപാടുള്ള കരുതലുകൾ, ഒരുപാട് മനുഷ്യരുടെ കരുതലുകൾ ഓർക്കണം. അതുപോലെ നമ്മൾ പങ്കിടാനുള്ളതാണ്. നമ്മുടെ ഭക്ഷണം കുറച്ചാണെങ്കിലും വേറെ കുഞ്ഞുങ്ങളൊക്കെ അത് വളരെ പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ ചെയ്യാറില്ലേ? അതുകൊണ്ട് രാമൻകുട്ടി, അഷറഫ്, ഉപ്പച്ചൻ, പിന്നെ പി ദേവസിയുടെ മോൻ, പി ഡി ദേവസിയുടെ മകൻ, ഞങ്ങളിങ്ങനെ 5 പേര് ഒരുമിച്ചിരുന്ന് ഭക്ഷണം. ബലരാമൻ വേറൊരു പട്ടര. അപ്പോൾ ഈ പട്ടര ഒരിക്കലും ഇറച്ചി കഴിക്കില്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവരില്ല, തൈര് അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ അഷറഫ് ആണെങ്കിൽ നല്ല ബിരിയാണി അല്ലെങ്കിൽ കോഴി വറുത്തത്. അവൻ്റെ വീട്ടിലെ ആളിപ്പോൾ ഒരു ഡോക്ടറാണ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഡോക്ടറാണ്. രാമൻകുട്ടി മരിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ മതക്കാരും ഉണ്ടല്ലോ ഒരുമിച്ചത്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി പങ്കുവെച്ച് കഴിക്കുമ്പോൾ അത് ഊട്ടുന്ന ഒരു ബന്ധമുണ്ട്. അത് നമുക്ക് ഒരിക്കലും ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് ഈ ഭക്ഷണത്തിനൊക്കെ വിലക്ക് ഏൽപ്പിക്കുമ്പോൾ ഭക്ഷണത്തെ സംശയിക്കുന്ന ഒരു സംസ്കൃതി നമ്മുടെ ചുറ്റുപാട് ഇന്ന് വളർന്നു വന്നിരിക്കുക. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് ഈ അന്നു വേണ്ട ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഒരു ഭക്ഷണമല്ല. ഒരു ജനം, ഒരു ലോകം, ഒരു സമൂഹം ഓരോ വ്യക്തിയെയും അല്ലെങ്കിൽ സമൂഹങ്ങളെ ഊട്ടുന്ന, അവർക്ക് മനസ്സിന് അംഗീകാരം കൊടുക്കുന്ന, അവരെ മനുഷ്യരായി പരിഗണിക്കുന്ന, ദൈവത്തിൻ്റെ തന്നെ വലിയ ഉത്തരവാദിത്വം നിറവേറ്റുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ബോബി അച്ഛൻ അഞ്ചപ്പം എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. ബോബി ജോസ് കട്ടിക്കാട്. പലയിടത്തും അഞ്ചപ്പം എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു പേരുണ്ട്, അപ്പോൾ നമ്മൾ വേറൊരു ഇത് തുടങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ അവിടെ പോയിരുന്ന് പലപ്പോഴും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എറണാകുളത്ത്. അതെന്തല്ല, എറണാകുളം കഴിഞ്ഞ് തൃപ്പൂണിത്തറ ആ സൈഡിലേക്ക് എത്തുമ്പോഴാണ് ഈ അഞ്ചപ്പം ഉള്ളത്. അപ്പോൾ അവിടെ അച്ഛൻ ഉദ്ദേശിക്കുന്നത് ഇത്ര തന്നെയുള്ളൂ, ആർക്കും പൈസയൊന്നും കൊടുക്കണ്ട. ഉച്ചയ്ക്ക് അങ്ങനെ ഭക്ഷണമില്ലാതെ ടൗണിലുള്ളവർ വരരുത്. അപ്പോൾ അവർ അവിടെ ഉള്ളവർ വന്ന് കഴിച്ച്, അതേസമയം വളരെ നല്ല ആർട്ടിസ്റ്റുമാർ വന്ന് കഴിക്കുന്നുണ്ട്, വളരെ നല്ല മനുഷ്യർ വന്ന് അവർ ഒരു വലിയൊരു തുക അതിലിട്ടേച്ചാൽ പോണേ. അപ്പോൾ ഇവരെല്ലാം തന്നെ ഈ അച്ഛന്മാർ, അവിടെയുള്ള 4-5 അച്ഛന്മാരുള്ളൂ, അവരൊക്കെ കൂടിയും പിന്നെ കുറച്ച് സൂക്ഷിക്കാൻ വരുന്ന ഇതിൻ്റെ സന്നദ്ധരായിട്ടുള്ള ആൾക്കാർ കൂടിയാണ് കരുകിക്ക് കരിഞ്ഞ് 5 അപ്പം, കർത്താവ് 5 അപ്പം 5000 പേരെ തീറ്റിപ്പോറ്റി എന്നുള്ളൊരു സിമ്പിള്. അത് അങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ്സ് നമ്മുടെ നാട്ടിൽ പലയിടത്തും ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ കാണുന്നത് സാറ് ചോദിച്ച ഈ അന്നു വേണ്ട അപ്പം തരണമേ എന്നുള്ളതിൽ വാസ്തവത്തിലുള്ളത് ശരീരത്തിൻ്റെ വിശപ്പ് മാത്രമല്ല, അതിൽ മനസ്സിൻ്റെ വിശപ്പുണ്ട്. സ്നേഹത്തിന് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി, അതുപോലെ ഒരു ആത്മവിശ്വാസത്തിന് വേണ്ടി, ഒരു തുല്യതയ്ക്ക് വേണ്ടി, ഡിഗ്നിറ്റിക്ക് വേണ്ടി, സ്വാഭിമാനത്തെ ഊട്ടുന്ന ഒരു വേദിയാണ്. അതുപോലെ ഇതിലൊരു ചോദ്യം കൂടി ഉള്ളതെന്ന് വെച്ചാൽ ഭാവിയെക്കുറിച്ച് ഇതിൽ പറയുന്നില്ല എന്നാണ് ചിലവ്. അതായത് അന്നുകൊണ്ട് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ കുറിച്ച് മാത്രമാണ് കർത്താവ് അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഈ നാളത്തെക്കുറിച്ച് അത് കർത്താവിൻ്റെ പൊതുവെയുള്ള പഠനങ്ങളിൽ നമ്മൾ ആകുന്നുണ്ട്. നിങ്ങൾ വയലിലെ ലില്ലികളെ നോക്കുവിൻ, പക്ഷികളെ നോക്കുവിൻ, പോയില്ല. നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ നീതിയും അന്വേഷിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയെല്ലാം നൽകപ്പെടും. അതായത്
ഇന്നും ഒരുപക്ഷെ ഇന്നത്തെ മനുഷ്യനെ ഏറ്റവും ബുദ്ധിമുട്ട് ഇന്നുകളിൽ നമ്മൾ ജീവിക്കുന്നില്ല എന്നാണ്. അവൻ ഭാവിയെ മാത്രം കാണുകയാണ്. ഭാവിയിലും പഴമയിലുമാണ് ആൾക്കാർ ജീവിക്കുന്നത്. കുറേ മനുഷ്യർ പണ്ടിങ്ങനെയായിരുന്നു, അത് കൊള്ളാമായിരുന്നു, അത് കൊള്ളാം, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എന്നും പറഞ്ഞ് പഴയ കാലങ്ങളിൽ സ്വപ്നം കണ്ട് ജീവിക്കുകയാണ്. വേറെ കുറേ നാട്ടിൽ ഇപ്പോൾ ഗാമ ലോകത്തിലൊക്കെയാണ്, ബീറ്റ ലോകവും ഗാമ ലോകവും, അവരിഞ്ഞ് സ്പേസിൽ ചാടുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് പോവുകയാണ്. ഇന്നുകളിൽ മനുഷ്യനില്ലാത്തത് കൊണ്ടാണ് ബന്ധങ്ങൾ ആഴമായിട്ടില്ലാത്തത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തുമാത്രം ആത്മഹത്യകളാണ് സംഭവിക്കുന്നത്, കൊലപാതകങ്ങളും. അങ്ങ് വക്കീലാകുമ്പോൾ അങ്ങനത്തെ കേസുകൾ കുറേ വരുന്നുണ്ടാവും. എന്താണ് ഇവിടെ സംഭവിക്കണമെന്ന് നമുക്കിപ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ല. കേരളത്തിലെ എല്ലാ സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയക്കാരും എല്ലാവരും കൂടി ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. എന്തൊക്കെ സംഭവിക്കാൻ പോണേ നമുക്കറിയാം. പോലീസുകാരും നാട്ടുകാരും എല്ലാവരും കൂടി വേണം എന്നൊക്കെയാണ് പറയുന്നത്. ആരും ഇന്നുകളിലല്ല ജീവിക്കുന്നത്. ലഹരികളിലൂടെ അവർ വേറെ ഏതോ ഒരു ലോകത്തേക്ക് ജീവിക്കുകയാണ്, ഒരു മാസ്മരികമായ സ്വപ്ന ലോകത്തേക്ക്. അപ്പോൾ നമ്മളിതിലൊക്കെ നമ്മൾ പറയേണ്ടത് ഈ അന്നു വേണ്ട ആഹാരം എന്ന് പറയുമ്പോൾ ഇതിൽ ആത്മീയമായ ഒരു മാനത്തെ കൂടി കുറച്ചുകൂടി ഒന്ന് ഊന്നി പറയേണ്ടതുണ്ട്. വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയിലാണ് ശരിക്കും നേരത്തെ പറഞ്ഞ ദൈവത്തിൻ്റെ കരുതലും മനുഷ്യൻ്റെ സാഹോദര്യവും മനുഷ്യൻ്റെ അധ്വാനവും എല്ലാം സമ്മേളിപ്പിച്ചുകൊണ്ട് അപ്പവും വീഞ്ഞും നമ്മൾ സമർപ്പിക്കുമ്പോൾ അതൊരു സമൂഹം സ്റ്റാറ്റസ് നോക്കാതെ വിവിധ ജോലികളിൽ വിവിധ പ്രായക്കാരെ ഒരുമിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടി ആ നേരത്ത് അൾത്താരയിൽ നമ്മൾ തീറ്റിപ്പോറ്റുന്നുണ്ട്. ജീവൻ്റെ അപ്പം. അപ്പോൾ ആ ജീവൻ്റെ അപ്പം ആത്മീയമായ വിശപ്പിന് ഉത്തരം നൽകുന്ന വിശുദ്ധ കുർബാന കൂടി ഈ അന്നു വേണ്ട ആഹാരം ദിവസവും കഴിക്കണം എന്ന് പറയുന്നതിൽ ഉണ്ട് എന്നുള്ള ഒരർത്ഥം കൂടി നമ്മുടെ പ്രേക്ഷകരെ ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈ ഇന്നത്തെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഗോസ്പൽ റീഡിങ് അതായിരുന്നല്ലോ, ദൈവത്തിന് ഉണ്ടായ ക്രിസ്തുവിനുണ്ടായ പ്രലോഭനങ്ങൾ. അതിൽ പറയുന്നത് എന്തൊക്കെയാണ്? നീ ഈ കല്ലിനെ അപ്പമാകാൻ പറയുക. അപ്പോൾ കർത്താവ് പറയുന്ന മറുപടി ഈ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വാക്കുകളിൽ കൊണ്ട് കൂടിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവ ഇഷ്ടത്തിനനുസരിച്ച് ദൈവ ഇംഗീതത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ആത്മീയ പോഷണത്തിൻ്റെ കൂടെ ഒരു പ്രാർത്ഥനയാണ് വാസ്തവത്തിൽ അതുപോലെ ലോകം മുഴുവനുള്ള വിശപ്പിനെ ഇല്ലാത്തവരെ കൈകാര്യം ചെയ്യാനും അവരെ പരിരക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്വം കൂടി ഏറ്റുപറച്ചിലാണ് ഈ പ്രാർത്ഥനയുടെ ആകത്തുക. നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അതൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്നുള്ളതിനെക്കുറിച്ച് പ്രേക്ഷകർക്ക് വിസ്തരിച്ചിരുന്നു. നന്ദി. താങ്ക് യു. ജീവൻ്റെ അപ്പം എന്നുള്ളത് കൂടിയാണ് ഈ അന്നു വേണ്ട ആഹാരം എന്നുള്ളതിൽ ഉൾക്കൊള്ളുന്നതെന്ന് അച്ഛൻ വിസ്തരിച്ചു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ വചനവും യേശുവിൻ്റെ ശരീരവും ഭക്ഷിക്കാൻ യോഗ്യത നേടിയവരായ നാം അന്നു വേണ്ട ആഹാരത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരിക്കുന്നു കരുതുന്നു. എല്ലാവർക്കും നന്ദി. നമസ്കാരം.